ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി, സദ്ഗുരും തം നമാമി. മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ പ്രണാമം. എല്ലാ സജ്ജനങ്ങൾക്കും, SNDSൻ്റെ സാരഥ്യം വഹിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾക്കും, പ്രാർത്ഥന ചൊല്ലിയവർക്കും, സ്വാഗതം അരളിയവർക്കും, ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദൈവദശകത്തിൻ്റെ വിചാരത്തിലൂടെ കടന്നു പോകുന്നു നാം. ഇന്ന് നമുക്ക് 7ാമത്തെ ശ്ലോകമാണ് വിചാരം ചെയ്യേണ്ടത്. കഴിഞ്ഞ ശ്ലോകത്തിലെ മായ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്വരൂപത്തെയൊക്കെ വളരെ വിശദമായി, വളരെ വേദാന്തപരമായി തന്നെ, സാമ്പ്രദായികമായ വേദാന്തപരമായി തന്നെ നമ്മൾ മായയെ വിശദീകരിച്ച് തന്നിരുന്നു. മായ എന്ന് കേൾക്കുമ്പോൾ ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്നുള്ളതല്ല, നമ്മൾ കാണുന്ന കാഴ്ചയുടെ തകരാറാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ സത്യമാണെന്ന് തോന്നിപ്പോകുന്നത്. ഈ മായയ്ക്കപ്പുറം, ഈ പ്രപഞ്ച നാമരൂപങ്ങൾക്കപ്പുറം ഒരു സത്യമുണ്ട് എന്നുള്ളതാണ് ആ ശ്ലോകത്തിലൂടെ പറഞ്ഞത്. ഇനി 7ാമത്തെ മന്ത്രം, അത് ഇങ്ങനെയൊക്കെയുള്ള ദൈവത്തിൻ്റെ സ്വരൂപം എന്താണ് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. വളരെ ശ്രദ്ധയോടെ ഔപനിഷദമായ ദൈവ ലക്ഷണത്തെ, ദൈവസ്വരൂപത്തെ ഗുരു ഉപനിഷത് സംബന്ധിയായ വാക്കുകളെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. 7ാം ശ്ലോകം: നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ, ഓതും മൊഴിയും ഓർക്കിൽ നീ. ഇവിടെയും ദൈവമേ നീയല്ലാതെ ഒന്നും ഇവിടെയില്ല. എന്നാൽ നിന്റെ ഇങ്ങനെയൊക്കെയുള്ള ഏകമായിരിക്കുന്ന നിന്റെ സ്വരൂപം എന്താണ് നമ്മൾ പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഭക്തിയുടെ പേരിൽ അന്ധവിശ്വാസങ്ങളിലേക്കും മനുഷ്യകുരുതിയിലേക്കുമൊക്കെ നമ്മൾ നടക്കുമ്പോൾ എന്താണ് ഈശ്വരൻ, ആ ഈശ്വരൻ്റെ സ്വരൂപം എന്താണെന്ന് സത്യദർശികളായ, സത്യത്തെ അറിഞ്ഞ് സത്യമായി മാറിയ ഋഷിമാരുടെ വാക്കിനപ്പുറം ഒരു വാക്കുണ്ടോ? മനസ്സിന് അല്പമെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ, വിചാരശീലന്മാരാണെങ്കിൽ ഈ ദൈവലക്ഷണം ഒന്ന് ശ്രദ്ധയോടെ എല്ലാവരും ശ്രവിക്കണം. ഗുരു പറയാണ്, നീ സത്യം ജ്ഞാനം ആനന്ദം. ദൈവം എന്താന്ന് ചോദിച്ചാൽ, ദൈവം സത്യമാണ്, ദൈവം ജ്ഞാനമാണ്, ദൈവം ആനന്ദമാണ്. ഇത് മൂന്നും വേറെ വേറെ എന്നല്ല, ഇത് മൂന്നും കൂടി ചേർന്നതാണ് ദൈവം എന്നാണ്. ദൈവത്തിൻ്റെ സ്വരൂപ ലക്ഷണം പറയാണ്, നീ സത്യം ജ്ഞാനം ആനന്ദം. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് പരിശോധിക്കാം. കാരണം ഗുരുവിൻ്റെ കൃതികളിലുടനീളം ഈ സച്ചിദാനന്ദത്തെ പറഞ്ഞു തരുന്നുണ്ട്. ജനീ നവരത്ന മഞ്ജരി ആണെങ്കിൽ സത്തായി നിന്നു പരിചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് ഇതിൻ്റെ ബേസിക് കിട്ടിയാൽ, ഇനി നിങ്ങൾ ദൈവദശകം പഠിച്ചതിന് ശേഷം അടുത്ത കൃതിയിലേക്ക് കയറുമ്പോൾ ഇത് ഒത്തിരി എളുപ്പമാകും. കാരണം നമ്മളിത്തിരി ദാർശനികമായ കൃതിയിൽ നിന്ന് തന്നെയാണ് പഠനം തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത പഠനം നമുക്ക് ഒന്നുകൂടെ എളുപ്പമാകും. ബ്രഹ്മത്തിൻ്റെ സ്വരൂപ ലക്ഷണം, ദൈവത്തിൻ്റെ സ്വരൂപ ലക്ഷണം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആദ്യം സത്യം എന്താണെന്ന് നോക്കാം. സത്യം, സത്തിനെയാണ് സത്യം എന്ന് പറയുക. സത്ത്, നമ്മളിപ്പോൾ മാങ്ങ പഴം കഴിക്കുക, അതിൻ്റെ സത്ത് എന്താണ്? എൻ്റെ നീരാണ് അല്ലേ സത്ത്. അതുപോലെ സത്തിനെയാണ് സത്യം എന്ന് പറയുക. അതായത് മാറ്റമില്ലാത്ത നിലനിൽപ്പാണ് സത്യം. നാമവും രൂപവും ഒക്കെ
നമ്മളൊക്കെ കുറേ നാമവും രൂപവും ഒക്കെ ആയിട്ട് ഇരിക്കണം. എല്ലാത്തിനും ഒരു പേരുണ്ട് ഈ പ്രപഞ്ചത്തിൽ, എല്ലാത്തിനും ഒരു രൂപമുണ്ട്. ആ നാമത്തിനും രൂപത്തിനും അപ്പുറമായി ആ വസ്തുവിനെ സത്യമാക്കി വെച്ചിരിക്കുന്ന സത്തിനെയാണ് സത്യം എന്ന് പറയുക. അതാണ് മാറ്റമില്ലാത്ത നിലനിൽപ്പാണ് സത്യം എന്ന് നമുക്ക് വേണേൽ പറയാം. അടുത്തത് സത്തിൻ്റെ സ്ഥിതിയാണ് സത്യം. ഈ ഉണ്മയുടെ ഉണ്മ എന്ന് പറയാം നമുക്കതിനെ. കാരണം വാക്കുകൾക്ക് അതീതമാണ് സത്യം. അതിനെ വാക്കുകൾ കൊണ്ട് പറയാൻ ശ്രമിക്കുകയാണെന്ന് കരുതിയാൽ മതി. അതായത് ഗുരു അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പോൾ എന്താ ഉണ്മ, സത്യം എന്താണെന്ന് വെച്ചാൽ ഉണ്മയാണ്. നമ്മൾ ഇരുട്ടുള്ള ഒരു മുറി കൊണ്ടേ ഇരുത്തിയാൽ നമുക്ക് കണ്ണ് കാണാൻ വയ്യ, ചെവിയും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു, ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അറിയാനും പറ്റുന്നില്ല. എങ്കിലും നമ്മൾക്കുള്ളിൽ നമ്മൾ ഉണ്മയാണ്, ഞാനുണ്ട് എന്നൊരു ബോധം നമ്മളിലുണ്ടാവും. അതിനെയാണ് സത്യം എന്ന് പറയുക. ഞാനില്ല എന്ന് പറയുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനില്ല എന്ന് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ? ഞാനില്ല എന്ന് പറയാൻ ഞാൻ ഉണ്ടാവില്ല അവിടെ, അല്ലേ? മറ്റുള്ളവർ പറയും ഇപ്പോൾ ഇന്ന ആൾ പോയിന്ന്. പക്ഷെ നമ്മൾ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം, മനസ്സിനും അപ്പുറം ഞാൻ ഉണ്ട് എന്നുള്ള ഉണ്മയ്ക്കാണ് സത്ത് എന്ന് പറയാം. അതായത് അതിന് വേണം ഒന്നുകൂടി പറയാം, നാമരൂപരഹിതമായ ആ സത്യത്തെയാണ്, നാമരൂപരഹിതമായ ഉണ്മയാണ് സത്ത്. ഈ ഡെഫിനിഷനൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ, ഒന്ന് കുറിച്ചൊക്കെ വെച്ചാൽ നല്ലതായിരുന്നു. നാമരൂപരഹിതമായ ഉണ്മ, അതായത് ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു നാമമുണ്ട്, എല്ലാത്തിനും ഒരു രൂപമുണ്ട്. പക്ഷെ സത്യത്തിന് നാമവും ഇല്ല, രൂപവും ഇല്ല. നാമം നമ്മളിവിടെ ജനിച്ചു വന്നപ്പോൾ നാമം കൊണ്ടാണോ വന്നേ? അല്ല, ഒരു പേരും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ രൂപം തന്നെ, ആ രൂപമാണോ നമ്മൾ ജനിച്ചു വന്നപ്പോഴുള്ള രൂപത്തിലാണോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ രൂപവും മാറുന്നതാണ്, നാമം നമുക്ക് ആരോ തന്ന നാമമാണ്. ആ പേര് നമുക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ട് വേറെ പേര് സ്വീകരിക്കാം. ഇതൊക്കെ എന്താ പറയാ, മാറുന്നതാണ്. പക്ഷേ ഈ മാറുന്ന ഇതിൽ മാറ്റമില്ലാത്തൊരു സത്യമുണ്ട്, ഞാൻ എന്ന ഉണ്മ. അതാണ് സത്ത് എന്ന് പറയുന്നത്. അതായത് എല്ലായിടത്തും എല്ലായ്പ്പോഴും നിറഞ്ഞിരിക്കുന്നതിനെയാണ് സത്ത് എന്ന് പറയുക. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്മയായിട്ടിരിക്കുന്നതാണ് സത്ത്. അപ്പൊ ദൈവം ആ സത്യമാണ്. അതായത് കാലത്രയങ്ങളിലും സത്തായിരിക്കുന്നത്, ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും ഉണ്മയായിരിക്കുന്നത് എന്തോ അതാണ് സത്യം. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾക്ക് 3 അവസ്ഥകളുണ്ട് എല്ലാവർക്കും, അല്ലേ? ഇപ്പോൾ ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കും. പകൽ മുഴുവനും കഷ്ടപ്പെട്ട് ജോലി, ജാഗ്രത അവസ്ഥ. അത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടാൽ ഒരു സ്വപ്നാവസ്ഥയുണ്ട്. അതിനുശേഷം നമ്മൾ നല്ല ഉറക്കത്തിലാകുമ്പോൾ സുഷുപ്തി അവസ്ഥയുണ്ട്. ശ്രദ്ധിക്കണം. ഈ ഏത് ഉദാഹരണത്തിലൂടെയാണ് നിങ്ങൾക്ക് സത്തിനെ മനസ്സിലാകുക എന്നുള്ളത് കൊണ്ടാണ് പല ഉദാഹരണം പറയുന്നത്. അപ്പോൾ ജാഗ്രത അവസ്ഥയിലും നമ്മുടെ ഇന്ദ്രിയങ്ങളും ശരീരവും ലൈവ് ആയിരിക്കുന്ന അവസ്ഥയിലും ഉണ്ട്, ഞാനുണ്ട്, ആ സത്യമുണ്ട്. സ്വപ്ന അവസ്ഥയിലും ഞാനുണ്ട്, അവിടെ ഉണ്ട്. ഇനി നല്ല ഉറക്കത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞ് ഉറങ്ങില്ലേ, വളരെ ക്ഷീണമായിരുന്നു, സുഖമായിട്ട് ഉറങ്ങി. ശരീരവും ഇല്ല, മനസ്സും ഇല്ല, ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല, പക്ഷെ ഞാൻ ഉണ്ട്, ആ ഞാൻ അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞത്. ആരാ പറഞ്ഞത് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞത്? ആ 3 അവസ്ഥാത്രയങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ഉണ്മയാണ് സത്ത് എന്ന് പറയാം. അപ്പൊ ദൈവം സത്താണ്, സത്യമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, സത്യമേവേശ്വരോ ലോകേ സത്യേ ധർമ്മ സദാശ്രിത സത്യമൂലാനി സർവാണി സത്യാത് നാസ്തി പരംപദം. പറയല്ലേ, സത്യത്തിനൊക്കെ ഇക്കാലത്ത് എന്ത് വില എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ പറയാ, എല്ലാതും ഉണ്ടായിരിക്കുന്നത് സത്യത്തിൽ നിന്നാണ്. സത്യമാണ് ഈശ്വരൻ, അല്ലേ? ഗുരു നമുക്ക് സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന് എഴുതി തന്നിട്ടുണ്ട്. അത് മാത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ദൈവമായിട്ട്. എവിടെയെന്നറിയോ? മുരിക്കുമ്പുഴ കാളകണ്ഠേശ്വര പ്രതിഷ്ഠയിലെ ഗുരു വിഗ്രഹമൊന്നും കൊടുത്തില്ല. വിഗ്രഹമൊക്കെ പ്രതീകങ്ങളാണല്ലോ, പരബ്രഹ്മത്തിൻ്റെ, ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ് വിഗ്രഹങ്ങൾ. അപ്പോൾ ഗുരു അവിടെ ഒരു ഫലകത്തില് സത്യം, ധർമ്മം, ദയ, ശാന്തി, സത്യമാണു ദൈവമെന്നും
സ്നേഹമാണു ദൈവമെന്നും തോന്നേണമേ. നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതല്ലേ. അപ്പോൾ ഗുരു നമ്മളോട് പറഞ്ഞു, സത്യമാണ് ദൈവം, ദയയാണ് ദൈവം, സ്നേഹമാണ് ദൈവം, ശാന്തിയാണ് ദൈവം. അതിനപ്പുറം ദൈവത്തിനെ തേടി നടന്നാൽ കിട്ടില്ല. നമ്മളിൽ ഈ സദ്ഗുണങ്ങൾ ഉണ്ടായി വരുമ്പോൾ ദൈവത്തിനെ നമുക്കവിടെ കാണാം. അതാണ് അതിൻ്റെ നടുക്ക് ഓംകാരം ഓം എന്ന് എഴുതുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് പഠിക്കണ്ടേ. ഗുരു എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രതീകങ്ങൾ നമുക്ക് തന്നത്? ഈ സത്യത്തെ, സ്നേഹത്തെ, ദയയെ, ശാന്തിയെ, ഇതൊക്കെ മനുഷ്യ മനസ്സുകളിലേക്ക് കൊണ്ടുവരാനാണ്. ഇപ്പം പറഞ്ഞില്ലേ അജി സാറ്, ഈ ഭൗതിക ജീവിതത്തിലെ ജീവിതം കൂടുതൽ കൂടുതൽ ഇരുട്ടാർന്നു പോകുകയാണ്. ഇന്ന് ഇപ്പോൾ വായിച്ചോളൂ, എന്താണ് 14 വയസ്സുള്ള കുഞ്ഞുമായിട്ട് 35 വയസ്സുള്ള സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഒരാൾ ഓടിപ്പോയിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കൂ, ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പായുന്ന ഈ കാലഘട്ടത്തിലെ ദൈവാനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തെ മനുഷ്യ മനസ്സുകളിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം ഏറെ ദുസ്സഹമായി പോവുകയാണ്, ഏറെ ദുസ്സഹമായിട്ട് പോവുകയാണ്. മൃഗങ്ങളെക്കാൾ എത്രയോ ഹീനമായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോൾ സാജി സാറ് പറഞ്ഞ പോലെ പത്രം കാണാൻ തന്നെ പേടിയാണ്. ഓരോ വാർത്തകൾ കാണാൻ തന്നെ ചങ്ക് പിളർക്കുന്ന കാഴ്ചകളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഭഗവാനെ സുജനാനാം ചാരത്ത് വസിപ്പാനൊരു ഭാഗ്യം വരണം. സജ്ജനങ്ങളുടെ അടുത്ത് വസിക്കാനും നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ല കാഴ്ചകൾ കാണാനും ഭഗവാനെ അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ നമുക്ക് ഇനി വഴിയുള്ളൂ. അപ്പോൾ സത്യനെ കുറിച്ചാണ് പറയുന്നത്. കാലത്രയത്തിലും സത്യമായിട്ടുള്ളത്, അവസ്ഥാത്രയങ്ങളിലും സത്യമായിരിക്കുന്നത്, എല്ലാ നാമങ്ങൾക്കും രൂപങ്ങൾക്കും അപ്പുറം ഉണ്ട് 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 എന്നുള്ള അനുഭവത്തെയാണ് സത്യം എന്ന് പറയുന്നത്. ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ നമ്മളെ ഓടി ശബ്ദം വരുന്നല്ലോ, എക്സ്ട്രാ ശബ്ദം വരുന്നു. അതായത് ഇനിയും മനസ്സിലായില്ലെങ്കിൽ, ഈ ഒരു ഉദാഹരണത്തിൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇനി അത് റിവൈൻഡ് ചെയ്തത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലേക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഇട്ടുതരാം. ഇനി ക്ലാസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് റിവൈൻഡ് ചെയ്ത് അത് കേൾക്കാം, ക്ലാസ് കേൾക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്രയും ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്വർണം എന്ന സത്യം ഒരു ഉദാഹരണം. ഭൗതികത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വില കൂടിയതെന്ന് കരുതുന്ന ഒരു വസ്തുവാണ് സ്വർണം. ആ സ്വർണം കൊണ്ട് നമ്മൾ വിവിധങ്ങളായ ആഭരണങ്ങൾ ഉണ്ടാക്കി, മാല, കമ്മല്, വളയൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഈ സ്വർണം തന്നെ ആഭരണങ്ങളായിട്ട് പല പല രൂപങ്ങളായിട്ട് പ്രകാശിക്കുകയാണ്. അങ്ങനെ പ്രകാശിക്കുമ്പോഴും ആ രൂപത്തിനും നാമത്തിനും അപ്പുറം അതിൽ അടിസ്ഥാനമായിരിക്കുന്നത് സ്വർണം എന്ന വസ്തു മാത്രമാണ്. മാലയും വളയൊക്കെ മാറ്റം വരും, പക്ഷെ സ്വർണം അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. അതുപോലെ കൃഷ്ണനും ഗോവിന്ദനും ഗോപാലനും ആടും നായയും പൂച്ചയും ഉറുമ്പും കൃമിയും എല്ലാം വെറും നാമവും രൂപവും മാത്രം. ഇതിനെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു ചൈതന്യമുണ്ടെങ്കിൽ അതാണ് സത്ത്. ഇനി അടുത്തത് നോക്കാം, ചിത്ത്. നീ സത്യം, ജ്ഞാനം, ആനന്ദം. ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ്. സംസ്കൃതത്തിലെ വാക്കാണ് ജ്ഞാനം എന്ന്. മലയാളത്തിൽ നമ്മൾ അതിനെ അറിവ് എന്ന് പറയും. ഗുരു അറിവ് എന്നുള്ള വാക്ക് ഗുരുദേവ കൃതികളിൽ നിരവധിയായ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അറിവ് എന്നു പേരായ ഒരു കൃതി തന്നെ ഗുരു രചിച്ചിട്ടുണ്ട്. 15 ശ്ലോകങ്ങളോടുകൂടി ഓരോ വരിയിലും അറിവ് 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 എന്ന് അത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പരമമായ അറിവിനെ പറയുന്ന ഒരു കൃതിയാണ് അറിവ്. അപ്പോൾ ഗുരു പറയുന്നത് അറിവാണ് ഈശ്വരൻ എന്ന. ഗദ്യപ്രാർത്ഥനയിലും പറയുന്നുണ്ടല്ലോ, നാം ശരീരമല്ല അറിവാകുന്നു. അതായത് നാം ഓരോരുത്തരും ശരീരത്തിനപ്പുറം സത്താണ്, ജ്ഞാനമാണ്. അതാണ് ഗുരു പറയണത്. ഗുരു ശരീരമല്ല അറിവാണെന്നല്ല നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഗുരു ഒരിക്കലും ഗുരുവിൻ്റെ ആത്മസാക്ഷാത്കാരമോ ഈശ്വരനിലേക്കുള്ള പരമ്പൊരുളിലേക്ക് ലയിക്കലോ ഒന്നുമല്ല ഗുരുവിൻ്റെ ആ ഭൗതിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവതാരത്തിൻ്റെ ലക്ഷ്യം.
താൻ അനുഭവിക്കുന്ന ആത്മീയമായ വെളിച്ചത്തെ, ആനന്ദത്തെ ഇരുളിലാർന്ന് കിടക്കുന്ന ഒരു ജനസമൂഹത്തിനും കൂടെ പകർന്നു കൊടുത്തിട്ട് ആത്മീയതയുടെ വെളിച്ചത്തിലേക്ക് അവരെയും കൂടി കൈപിടിച്ച് കൊണ്ടുപോകാനാണ് ഗുരു ശ്രമിച്ചത്. അങ്ങനെ ശ്രമിച്ചപ്പോൾ ഗുരുവിന് ഒത്തിരി ഒത്തിരി അവിടെ പ്രയത്നിക്കേണ്ടി വന്നു. കാരണം വിദ്യാലയത്തിൽ പോകാനുള്ള അവകാശമില്ലാതിരുന്നു, അല്ലെ? മനുഷ്യനായി നിവർന്നു നിന്ന് ജീവിക്കാൻ പോലുമുള്ള അവകാശമില്ലാത്ത ഒരു ജനസമൂഹത്തെയാണ് ഗുരു ആത്മീയതയിലേക്ക് ഉണർത്തേണ്ടിയിരുന്നത്, അല്ലെ? അതിനുള്ള ആഹ്വാനങ്ങളാണ്, ഉൾവിളികളാണ് ഗുരുവിൻ്റെ കൃതികളൊക്കെയും. ദൈവദശകം തന്നെ എത്ര ഉപനിഷത്ത് ചേർത്ത് പറഞ്ഞാലാണ് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുക? അത് ഇവിടെ പറയാം. ഇത് കഴിയുമ്പോൾ ഏതൊക്കെ ഉപനിഷത്തുകളിൽ അനേകായിരം അതായത് നിരവധിയായ വാക്യങ്ങളെ കൊണ്ട് ബ്രഹ്മത്തെ പറഞ്ഞിരിക്കുന്ന, സത്യത്തെ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളെല്ലാം എടുത്തിട്ട് നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് ഗുരു സത്യം ജ്ഞാനം ആനന്ദം എന്ന് 3 കുഞ്ഞു വാക്കുകളിലൂടെ ഒരു ചിമിഴിലേക്ക്, ഒരു ചെപ്പിലേക്ക് ഒതുക്കി അനേകം ഉപനിഷത്തുക്കളുടെ തത്വം ഇങ്ങ് തന്നേക്കുക. നമ്മളിതൊക്കെ പഠിക്കണ്ടേ? വെറുതെ ചൊല്ലിപ്പോയാൽ മതിയോ? അപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവം അറിവാണ്. അറിവ് 2 തരത്തിലുണ്ടല്ലേ? നമ്മൾ ഭൗതികത്തിലെ വസ്തുക്കളെ അറിയുന്ന അറിവ്, സോഷ്യലും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്ന ഭൗതികമായ വിദ്യ നേടുന്ന ഒരു അറിവുണ്ട്. അതിനപ്പുറം അറിവിലുമേറിയ അറിവായ പരമമായ അറിവുണ്ട്. 2 അറിവുണ്ട്. ഒന്ന് ജ്ഞാനവും മറ്റത് വിജ്ഞാനവുമാണ്. നമ്മൾ ഭൗതിക വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്നത് വിജ്ഞാനവും, പരമമായ അറിവ് നേടുന്നത് ജ്ഞാനവുമാണ്, അല്ലേ? അപ്പം അതായത് ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. സത്ത് ഉണ്മയാണെന്ന് പറഞ്ഞു, ഇത്തിരി ദാർശനികമാണ് കേട്ടോ. ഇനി ചിത്തെന്ന് പറഞ്ഞാൽ ബോധം, അറിവ്. അതായത് ബോധത്തിനു മാത്രമേ ഒരു വസ്തുവിനെ ഉണ്ടെന്നറിയാനും മറ്റൊരു വസ്തുവിനെ ഉണ്ടെന്നറിയാനും സാധ്യമാവുകയുള്ളൂ. ഒരു കല്ലിനൊരിക്കലും അതുണ്ടെന്നറിയാനോ മറ്റൊരു വസ്തുവിനെ ഉണ്ടെന്നറിയാനോ സാധ്യമാകുകയില്ല. മറ്റ് ജന്തുക്കളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ അന്ധകരണം ഒത്തിരി പവർഫുള്ളാണ്. അവിടെ ഈശ്വര ചൈതന്യം നന്നായി പ്രകാശിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യ ബുദ്ധിയിൽ ഈശ്വര ചൈതന്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്താശകലങ്ങളിലൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒരു കാക്കയ്ക്കോ പട്ടിക്കോ പൂച്ചയ്ക്കോ ഒക്കെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അവരുടെ അന്ധകരണം ശുദ്ധ ജഡിലമായി ജഡാവസ്ഥയിലിരിക്കുകയാണ്, തെളിമയില്ല. അപ്പോൾ തെളിമയുള്ള അന്ധകരണമുള്ള മനുഷ്യൻ അവൻ്റെ തമോവാസനകളെ അകറ്റിയിട്ട് അവനിലുള്ള സാത്വിക ഗുണത്തെ ഉണർത്തിയിട്ട് അവനിലുള്ള ചൈതന്യത്തെ പ്രകാശിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഉണർത്തുപാട്ടാണ് ദൈവദശകം. അതുകൊണ്ട് പറയാണ് ജ്ഞാനം, ദൈവം ജ്ഞാനമാണ്. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പം നമ്മളിപ്പോൾ ജനിച്ചു വീണു. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ അവസ്ഥയിലൊക്കെ പെട്ടെന്ന് കയറി നമ്മൾ പോകും. ഒരു 10-30 വയസ്സാകുമ്പോഴേ ഇങ്ങനെ വെള്ളി വരെയൊക്കെ വീണു തുടങ്ങും, അല്ലേ? സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോയി തുടങ്ങും. അന്യനിമിഷം ശരീരം ചലിച്ചു മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ബാല്യ, ശൈശവ, കൗമാര, യൗവന, വാർദ്ധക്യങ്ങളെല്ലാം കടന്നു പോയപ്പോൾ അതിനകത്ത് ഉള്ള ഞാൻ മാറിയിട്ടുണ്ടോ? വയസ്സായ ഞാൻ, യൗവനാവസ്ഥയിലുള്ള ഞാൻ, കുട്ടിയായ ഞാൻ, അങ്ങനെ നമ്മൾ പറയാറുണ്ടോ? എല്ലാ അവസ്ഥകളിലും Recording in progress. അതെ, അത് എന്തോ നെറ്റ് പോയതാണോ എന്താവോ, ഒന്ന് സ്റ്റോപ്പായി. അപ്പോൾ കേൾക്കാമോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ചിത്തിനെ കുറിച്ചാണ്. സത്യം, നീ സത്യം, ജ്ഞാനത്തെ കുറിച്ച് അടുത്തത് പറയുന്നത്. അതായത്
നമ്മളുടെ ശൈശവ ബാല്യ യൗവന കൗമാരങ്ങളിൽ ശരീരം മാത്രം മാറി മാറിക്കൊണ്ടിരിക്കും. കുഞ്ഞിലെ ബാല്യത്തിലെ കണ്ട നാമാണോ ഇപ്പോൾ വാർദ്ധക്യാവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ യൗവനാവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ ചില ഭാവങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവില്ല, പക്ഷെ ആകെ ശരീരം മാറിയിട്ടുണ്ടാവും. പക്ഷെ അതിനകത്തുള്ള ഞാൻ 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 എന്നുള്ള ആ എൻ്റെ സത്തയ്ക്ക്, ആ ജ്ഞാനം എല്ലാ അവസ്ഥയെയും സാക്ഷിയായിരുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുക. ബാല്യത്തെ കണ്ട ഞാൻ, യൗവനത്തെ കണ്ട ഞാൻ, വാർദ്ധക്യത്തെ കണ്ട ഞാൻ മാറുന്നില്ല. അതാണ് ജ്ഞാനം. അതായത് മാറുന്ന ശരീരത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന ബോധമാണ് ജ്ഞാനം. നാമരൂപരഹിതമായ അറിവ്, ബോധമാണ് ജ്ഞാനം. നാമത്തിനും രൂപത്തിനും അപ്പുറത്തുള്ള ആ ബോധത്തെയാണ് ജ്ഞാനെന്ന് പറയാം. അപ്പോൾ ദൈവം അറിവാണ്, ദൈവം സത്യമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ പറയൂ, നീ സത്യം, ജ്ഞാനം, അടുത്ത പറയാൻ ആനന്ദം. ദൈവം ആനന്ദമാണ്. നമ്മൾ ദൈവമാണ് എന്നാണ് ഗുരു പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആത്മചൈതന്യം, നമ്മുടെ അന്ധകരണത്തിലേക്ക് ദൈവ ചൈതന്യം പ്രതിബിംബിച്ചതാണ് നാം എന്ന ജീവൻ. അത് സംശയമില്ല. കാരണം ഈ ജീവൻ പോകുമ്പോൾ ശരീരം കത്തിച്ച് കളയുന്നുണ്ട്, ശരീരം അഴുകി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ദൈവാംശം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ചൈതന്യവത്തായി ഇരിക്കുന്നത് എന്നുള്ളതിന് ആർക്കും സംശയമില്ല, ഒരു സംശയമില്ല. അപ്പോൾ ഗുരു പറയാണ് ദൈവം ആനന്ദമാണ്. നമുക്ക് ആനന്ദത്തിലാണോ ജീവിക്കുന്നത്? ദുഃഖമല്ലേ? ദൈവം ആനന്ദ സ്വരൂപമാണെങ്കിൽ നമ്മൾ ആനന്ദത്തിലല്ലേ ഇരിക്കേണ്ടത്? പിന്നെ എന്തുകൊണ്ടാണ് ദുഃഖം വന്നേ? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. എന്തുകൊണ്ടാണ് പൈശാചിക ഭാവം മനുഷ്യർക്ക് വന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, പബ്ജിയൊക്കെ കളിച്ച് വെടിവെച്ച് കൊന്ന് 5 പേരെ 1-2 മണിക്കൂർ കൊണ്ട് 5 പേരല്ലേ കൊല്ലാൻ പറ്റുള്ളൂ എന്നാണ് അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്താണ് സുരക്ഷിതത്വം? എത്ര നന്നായി ജീവിച്ചാലും പുറത്തേക്ക് ഇറങ്ങിയാലോ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിലേക്ക് അയക്കാനോ, അല്ലെങ്കിൽ പുറത്ത് വാഹനത്തിൽ അയക്കാനോ എന്തെങ്കിലും പറ്റാവുന്ന ഒരു സാമൂഹ്യമായ സാഹചര്യത്തിലാണോ നമ്മൾ ജീവിച്ചു പോകുന്നത്? അറിയില്ല. ഈശ്വരനെ പിടിക്കുക, ഭഗവാനെ ഈ ലോക ജീവിതത്തെ ഒന്ന് തരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് തുണയാകണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് പറയാണ്, ഇതൊക്കെ പഠിക്കണത് ഒരാൾക്കെങ്കിലും ഒന്ന് പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ പോകണം. ഈ വെളിച്ചത്തെയൊക്കെ ഇരുട്ടൊക്കെ മാറട്ടെ എല്ലാവരുടെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ദൈവം ആനന്ദമാണെന്ന് പറയാൻ കാരണം, നമ്മളിപ്പോൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഈ ആനന്ദം മറഞ്ഞുപോയ ആനന്ദന്മാരാണ് നമ്മൾ. ആനന്ദം മറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ആരാ മറച്ചു കളഞ്ഞേ? ജന്മാന്തരങ്ങളായി കൂട്ടിവെച്ചിരിക്കുന്ന കർമ്മവാസനകളുടെ പടലമായി കിടക്കുന്നത് കൊണ്ട് നമ്മൾ ആ ദൈവികമായ ചൈതന്യത്തെ അനുഭവിക്കാനാവുന്നില്ല. ചാരം മൂടി കിടക്കുക. ആ ചാരത്തെ ഊതി സാത്വികമായ ജ്ഞാനം കൊണ്ട് ഊതി തെളിയിക്കണം. നമുക്ക് ദേവീസ്തവമൊക്കെ പഠിക്കുമ്പോൾ ഈ ഊതൽ കേൾക്കാം. ഊതു നീ എന്നും പറഞ്ഞ് 4 വരിയുടെ അവസാനം ഗുരു ഇങ്ങനെ പറയുന്നുണ്ട്, ഊതി തെളിച്ചതാ എന്നിലേക്ക് കൊളുത്തി വെച്ച എരിയെ ആത്മചൈതന്യത്തെ നീ ഒന്ന് ഊതി തെളിയിക്കൂ ദേവി എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാമരൂപരഹിതമായ ആനന്ദമാണ് ആനന്ദം. ഒന്നിനും നാമവും രൂപവും ഇല്ല കേട്ടോ. സത്ത് ഉണ്മയാണ്, ചിത്ത് അറിവാണ്, ആനന്ദം ആനന്ദമാണ്. ഇത് 3 ചേർന്നതാണ് ദൈവം, സച്ചിദാനന്ദം. ഇനി ആനന്ദത്തെ കുറിച്ചൊന്ന് നോക്കാം. എന്താണ് ആനന്ദം? അതായത് ഗുരുവിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഭക്തിയെ പറയുമ്പോൾ ഗുരു പറയുന്നൊരു കാര്യമുണ്ട്. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന ഏതാനന്ദപരം ധ്യാനം ഭക്തിയും. ആനന്ദത്തെ ധ്യാനിക്കുന്നതാണ് ഭക്തിയും. അപ്പോൾ നമ്മൾ ആനന്ദത്തെ ഒന്നുമല്ല ധ്യാനിക്കുന്നത്, ദുഃഖത്തെയാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ എന്നെപ്പോലെ ദുഃഖം ഈ ലോകത്ത് ആർക്കും ഇല്ലല്ലോ ദൈവമേ എന്ന് വിചാരിക്കണത്. ഈ ദുഃഖം നീ കൂട്ടിക്കൊണ്ടു വന്നതാ. നീ സങ്കല്പിച്ച് ഉണ്ടാക്കിയ, ദൈവത്തെ അറിയാതെ നീ ജീവിച്ചു വാങ്ങി ശേഖരിച്ചു കൂട്ടിയതാണ് നീ അനുഭവിക്കുന്നത്. ദൈവത്തെ അവിടെ പഠിക്കണ്ട. ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വാസനാജാലത്തിൽ നീ കിടന്ന് കറങ്ങില്ലായിരുന്നു. അപ്പം അത് കുറയ്ക്കാനാണല്ലോ വാസനകളുടെ ആ പടലത്തിലേക്ക്, അഴുക്ക് വെള്ളത്തിലേക്ക് ശുദ്ധജലം ഒഴിച്ചു കൊടുത്ത് അതിനെ തെളിയിക്കാനാണല്ലോ നമ്മളൊക്കെ ഇത് പഠിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ ഗുരു പറയുകയാണ്,
ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. ആനന്ദപരം ധ്യാനം ഭക്തി. നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ ധ്യാനിക്കുന്നതാണ് ഭക്തി എന്ന്. അപ്പൊ ആനന്ദ സ്വരൂപരാണെന്ന് നാം ആദ്യം തിരിച്ചറിയാം. ദുഃഖം മനസ്സിന്റെ തലാന്ന് തിരിച്ചറിയാം. അതിൻ്റെ അപ്പുറം ദൈവം ഉണ്ടെന്നും അത് ആനന്ദ സ്വരൂപമാണെന്നും അറിയുമ്പോൾ തന്നെ ദുഃഖം കുറയില്ലേ. പിന്നെ അടുത്ത ഗുരു പറയാണ്, ആനന്ദോഹമഹം ബ്രഹ്മാഹമസ്മീതി രൂപതഃ ഭാവനാ സതതം യേസ്യ സഭക്തഃ. ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണ് എന്നൊക്കെ ആര് ഭാവന ചെയ്യുന്നുവോ അവനാണ് ഭക്തൻ. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഗുരുവിൻ്റെ ദർശനമാലയിലെ ഭക്തി ദർശനത്തിൽ പറയുകയാണ്, ഞാൻ ആനന്ദമാണെന്നും ഞാൻ ആത്മാവാണെന്നും ഞാൻ ബ്രഹ്മമാണെന്നും ഒക്കെ ആരാണോ ആവർത്തിച്ച് അനുസന്ധാനം ചെയ്യുന്നത് അവനാണ് ഭക്തൻ. നമ്മൾ എന്ത് പറയും, ഞാൻ ദുഃഖമാണ്, എന്നെപ്പോലെ ദുഃഖം ആർക്കുമില്ല, ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കണേ. നമ്മുടെയൊക്കെ ചിന്താഗതികളൊന്ന് മാറ്റിക്കോ. നമ്മൾ ആനന്ദസ്വരൂപനാണെന്നേ ഒന്ന് മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കൂ. അപ്പോൾ ആത്മാനന്ദമാണ് എല്ലാവരും കൊതിക്കണമല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഗുരു പറയാ, നീ നിന്റെ ഭാര്യയെ നന്നായി സ്നേഹിക്കുന്നില്ലേ, മക്കളെ നന്നായി സ്നേഹിക്കുന്നില്ലേ, എന്നിട്ട് നീ കണക്ക് പറയും, നിന്നെ ഞാൻ എന്തോരം സ്നേഹിച്ചു, നിനക്ക് ഞാൻ എന്തൊക്കെ വാങ്ങി തന്നു അല്ലേ, നിനക്ക് അവിടെ ചോറും കറിയൊക്കെ വെച്ച് സമാധാനമായിട്ട് അവിടെ ഇരുന്നാൽ പോലെ, ഞാനിവിടെ എത്ര കഷ്ടപ്പെടുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യണേ, നമ്മളെപ്പോഴും പറയുന്നതാ. അവിടെ ഗുരു പറയാണ്, ഭാര്യ ഭജതി ഭർത്താരം ഭർത്താ ഭാര്യാം ന കേവലം സ്വാനന്ദമേവ ഭജതി സർവോപി വിഷയസ്ഥിതം. അപ്പോൾ പറയാണ്, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും ആത്മാനന്ദത്തിന് വേണ്ടിയാണ്. ഭാര്യ എനിക്ക് ചോറും കറിയും വെച്ച് തരുമ്പോഴും എന്നെ ആനന്ദിപ്പിക്കുമ്പോഴും എനിക്കാണ് ആനന്ദം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നത്. ഭാര്യ ആനന്ദ സ്വരൂപമാണെങ്കിൽ ഭാര്യ പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാ? ഭാര്യ ആനന്ദ സ്വരൂപമല്ലേ. ഭാര്യയ്ക്ക് ആനന്ദം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് സംരക്ഷണവും അതുപോലെ ആഹാരവും അന്നവും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ഭാര്യയ്ക്ക് ആനന്ദമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. ഇനി പുത്രനെ സ്നേഹിക്കുന്നതോ? നമ്മൾ പറയാറില്ലേ, മക്കളെ വളർത്തിയ കണക്ക് പറയാറുണ്ട്. ഈ കണക്ക് നമ്മൾ ഓരോ സംരക്ഷണയും നമ്മളിൽ ആനന്ദം ഉണ്ടാക്കുന്നുണ്ട്. മക്കളുടെ മുഖം കാണുമ്പോൾ, മക്കൾ പഠിച്ച് ജയിക്കുമ്പോൾ, ജോലി കിട്ടുമ്പോൾ, കല്യാണം കഴിക്കുമ്പോൾ, ഇതൊക്കെ നമ്മളിൽ ആനന്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. ഇനി അച്ഛനും അമ്മയും വെറുത്തിട്ട് പോകുന്ന ഒരു മകനാണ്, തള്ളി പറഞ്ഞിട്ട് പോകുന്ന, ഉപദ്രവിച്ചിട്ട് പോകുന്ന ഒരു മകനാണെങ്കിൽ നമ്മൾ അവനെ സ്നേഹിക്കുമോ? കാരണം നമുക്ക് ആത്മാനന്ദം ഇല്ല. അപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്നത് ആത്മാവിനെയാണെന്നും അത് ആനന്ദമാണെന്നും ആരെ സ്നേഹിച്ചോ ആ വിഷയങ്ങളെല്ലാം നമ്മളിലെ ആനന്ദത്തിന് വേണ്ടിയാ ചെയ്യണേന്നാണ് പറയണത്. ഭാര്യ ഭജതി ഭർത്താരം ഭർത്താ ഭാര്യാം ന കേവലം സ്വാനന്ദമേവ ഭജതി. സ്വന്തം ആനന്ദമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. സർവോപി വിഷയസ്ഥിതം, എല്ലാ വിഷയങ്ങളിലും ഉള്ള ആനന്ദം ആത്മാനന്ദത്തിന് വേണ്ടിയാണ്. ഒരു കാറ് വാങ്ങിച്ചു, ഇപ്പോൾ അജിത് സാറ് നല്ലൊരു കാറ് വാങ്ങിച്ചു. ആ കാറ് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പക്ഷെ കാറിന് ആനന്ദമുണ്ടോ? കാറ് വെറും എന്താ പറയുക, അനേകം വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം. അതിന് സന്തോഷിക്കാനുള്ള കഴിവൊന്നുമില്ല. ആനന്ദം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടായത്. നല്ലൊരു വീട് വെച്ചു, ആ വീടിന് കല്ലിനും കട്ടയ്ക്കും ഒക്കെ ആനന്ദിക്കാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടായത്. അതെങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ വസ്തുവിലല്ല ആനന്ദം ഇരിക്കുന്നത്. അടുത്ത ശ്രദ്ധിക്കണം കേട്ടോ, ആ വസ്തുവിലല്ല ആനന്ദം ഇരിക്കുന്നത്. ആ വസ്തു കണ്ടപ്പോൾ, ദീർഘനാളായിട്ടുള്ള നമ്മളുടെ ഒരു ആഗ്രഹം സാധിച്ചപ്പോൾ, ആ വസ്തുവിൽ മനസ്സ് ഏകാഗ്രമായപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം ഒന്നും പുറത്തേക്ക് വന്നു. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതായത് എവിടെയാണോ മനസ്സ് നിശ്ചലമാകുന്നത്, ചിന്താരഹിതമാകുന്നത്, ഏകാഗ്രമാകുന്നത്, അപ്പോൾ ആത്മാനന്ദം തെളിഞ്ഞു വരും. കാറ് കണ്ടപ്പോൾ ആനന്ദിച്ചത് കുറച്ചു നേരം കാറിൽ തന്നെ മനസ്സ് വെച്ചപ്പോൾ, മനസ്സ് മറ്റെടുത്തും പോകാതെ ഏകാഗ്രമായപ്പോൾ ഉള്ളിലുള്ളത് തെളിഞ്ഞേ അല്ലേ? അതല്ലേ സംഭവിച്ചു. ഒരു ചിത്രകാരൻ വളരെ മനോഹരമായി ഏകാഗ്രപ്പെട്ട് അവന് ധാരാളം ദുഃഖങ്ങളുള്ള മനുഷ്യനാണ്. പക്ഷെ അതിൽ ലയിച്ചിരുന്നുകൊണ്ടൊരു ചിത്രം വരയ്ക്കുമ്പോൾ വേറെ ഒന്നും അറിയാനില്ല. അപ്പം നല്ല ആനന്ദമാണ്. ചിലപ്പോൾ വരച്ചു കഴിഞ്ഞിട്ട് അവൻ കീറിക്കളയും അത്.
അല്ലേ? പക്ഷേ അപ്പോൾ അത്രയും സമയം അവൻ്റെ മനസ്സ് ഏകാഗ്രപ്പെട്ടപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ആനന്ദം തെളിഞ്ഞു. നമ്മൾ നല്ല ആഹാരം കഴിക്കുക, ഇഷ്ടപ്പെട്ട കഴിക്കുക, പാൽപ്പായസം കഴിക്കുക. കഴിക്കുമ്പോൾ എന്താ ആസ്വദിച്ചാണ് കഴിക്കുന്നത്? അപ്പോൾ നമുക്ക് നല്ല സുഖം തോന്നുക. ഈ പാൽപ്പായസത്തിന് സുഖമൊന്നും ഇരിപ്പില്ലെന്നേ. ഈ സുഖം എവിടെയുള്ള? നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം തെളിഞ്ഞതാണ്. വസ്തുക്കൾ, ഉപാധി, അതൊക്കെ അവിടെ പറയാൻ കാരണം ഇതൊക്കെ ഒരു ഉപാധിയെ ആശ്രയിച്ചുള്ള ആനന്ദങ്ങളാണ്. എപ്പോഴും പായസം കുടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും പടം വരച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഉപാധി മാറുമ്പോൾ ആനന്ദവും പോയി. പക്ഷേ അവനവൻ്റെ ആത്മസ്വരൂപത്തിൽ ആനന്ദിക്കുമ്പോൾ പുറത്തുള്ള ഒരു വസ്തു അവിടെ ആവശ്യമില്ല. ഒരു പടവും വരക്കണ്ട, ഒരു പാട്ടും പാടണ്ട, ആരും സ്നേഹിക്കാനും വേണ്ട, താലോലിക്കാനും വേണ്ട. തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തനിക്ക് ആനന്ദിക്കാൻ പറ്റും. ഗുരു അങ്ങനെ ഇരുന്നേ. അതുകൊണ്ടാണ് പറഞ്ഞത്, വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങു വസിപ്പൂ മല പോലെ. ഭൗതികമായ പ്രകൃതിയിലെ കാണുന്നതെല്ലാം അങ്ങനെ നടക്കുമ്പോഴും ആത്മാനന്ദത്തിൽ തന്നെയാണ് ഗുരു നടന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നിതാ പരന്നൊരു പോൽ ജ്ഞാനം കൊണ്ട് അതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ഗുരു പറഞ്ഞതാ സ്വാനുഭവ ഗീതിയിൽ, അല്ലേ? എങ്ങും ഒരു ആനന്ദക്കടലാണ്. ഗുരു എല്ലാത്തിനും കണ്ടത് ദൈവത്തിനെയാണ്, ആനന്ദത്തിനെയാണ് കണ്ടേ. അതുകൊണ്ട് പറയാണ്, ആനന്ദക്കടൽ പൊങ്ങിത്താനേ പായുന്നിതാ പരന്നൊരു പോൽ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അതറിയണം, ജ്ഞാനം വേണം. ജ്ഞാനം കൊണ്ട് മാത്രമേ ആ കടലിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ജ്ഞാനം കൊണ്ട് അതിലേറിയിട്ട് അത് കുടിക്കുന്നു, പാനം ചെയ്യുന്നു പരമഹംസൻ, അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ആനന്ദം അനുഭവിച്ചതിന് ശേഷമാണ് ഗുരു നമുക്ക് ഈ ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഇത് ഒരു ഉപനിഷത്ത് ദർശനമാണ്. അതായത് ബൃഹദാരണ്യകോപനിഷത്തിലെ യാജ്ഞവൽക്യ മുനി, 2 ഭാര്യമാരുണ്ട്. അവസാന ജീവിതത്തിന്, അതായത് സന്യാസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തൻ്റെ സ്വത്തുക്കൾ ഭാര്യമാർക്ക്, 2 ഭാര്യമാർക്കും കൂടി മൈത്രേയിക്കും കാത്യായനിക്കും കൊടുത്തിട്ട് പോവാണ്. അപ്പോൾ മൈത്രേയിയുമായിട്ടൊരു സംഭാഷണമുണ്ട്. അപ്പോൾ ആ സംഭാഷണ മധ്യത്തിൽ പറയുന്ന ഒരു തത്വമാണ് ഗുരു അങ്ങനെ തന്നെ ഈ ദൈവദശകത്തിലും ദർശനമാലയിലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയാന്ന്, അരേ മൈത്രേയി, അരേ പുത്രസ്യ കാമായ പുത്രഃ പ്രിയോ ഭവതി, ആത്മനഃ കാമായ പുത്രഃ പ്രിയോ ഭവതി. നീ ഇത്ര നാൾ പുത്രനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞില്ലേ? നീ പുത്രനോടുള്ള ആഗ്രഹം കൊണ്ടാണോ പുത്രനെ പ്രേമിച്ചത്, ഇഷ്ടപ്പെട്ടത്? അല്ല, ആത്മനഃ കാമായ, ആ പുത്രൻ നിനക്ക് ആനന്ദം തരുന്നത് കൊണ്ടാണ് നീ പുത്രനെ സ്നേഹിച്ചത്. പിന്നെ പറയാണ്, ഭർത്തുഹു കാമായ ഭർത്തുഹു പ്രിയോ ഭവതി, ഭർത്താവിനോടുള്ള ആഗ്രഹം കൊണ്ടാണോ നിനക്ക് ഭർത്താവ് പ്രിയമായത്? ആത്മനഃ കാമായ ഭർത്തുഹു പ്രിയ ഭവതി, നിനക്ക് ആനന്ദം തരുന്നുണ്ട് ഭർത്താവ്, അതുകൊണ്ട് നീ ആനന്ദം തരുന്ന വസ്തുവായതുകൊണ്ടാണ് നീ അതിനെ സ്നേഹിച്ചത്. നീ ധനം, വിത്തസ്യ കാമായ വിത്തഃ പ്രിയോ ഭവതി ചോദിക്കുകയാണ്. യാജ്ഞവൽക്യൻ ചോദിക്കുക, എന്തിനാ അതൊക്കെ ഉപേക്ഷിച്ച് പോണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ആനന്ദം തേടിയാ പോകുന്നത്. നീ ധനം ആഗ്രഹിച്ചത് ധനത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല, ധനം നിനക്ക് ആനന്ദം നൽകുന്നതുകൊണ്ടാണ് നീ അതിനെ സ്നേഹിച്ചത്. ബാങ്കിലെ ബാലൻസ് കൂടുമ്പോൾ നമുക്ക് ഉള്ളിൽ ആനന്ദം അനുഭവിക്കണേ, ആ നോട്ടിന് എവിടെ ആനന്ദം അനുഭവിക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? അപ്പോൾ ആനന്ദം എല്ലാം ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ ഉദാഹരണങ്ങളിലൂടെ പറയുകയാണ്. എന്നിട്ട് അവസാനം പറയുകയാണ്, സർവസ്യ കാമായ സർവഃ പ്രിയോ ഭവതി, ആത്മനഃ കാമായ സർവം പ്രിയം ഭവതി. ആത്മാനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൗതികത്തിലെ എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ ആത്മാവിനെ അല്ലേ എല്ലാവരും തിരയേണ്ടത്? ആത്മാവ അരേ ശ്രോതവ്യഃ മന്തവ്യഃ ദ്രഷ്ടവ്യഃ നിധിധ്യാസിതവ്യഃ. അവിടെ പറഞ്ഞു കൊടുക്കുക, അതുകൊണ്ട് നീ ആത്മാവിനെ അല്ലേ കേൾക്കേണ്ടത്, ആത്മാവിനെ അല്ലേ മന്തവ്യഃ ഉള്ളിൽ ധ്യാനിക്കേണ്ടത്, അല്ലേ? കേൾക്കേണ്ടതും ധ്യാനിക്കേണ്ടതും അറിയേണ്ടതും ആത്മാവിനെ അല്ലേ എന്ന് ചോദിച്ചും പറഞ്ഞു മനസ്സിലാക്കുകയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്മസുഖമാണെങ്കിൽ ഈ ആത്മാവിനെ തേടുന്ന എത്ര പേരുണ്ട്? ഒരു ശ്രീനാരായണ മഹാഗുരു ഉണ്ടാവും, ഒരു ശങ്കരാചാര്യരുണ്ടാവും, ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസദേവരുണ്ടാവും, ഒരു രമണ മഹർഷിയൊക്കെ ഉണ്ടാവും, അല്ലേ? അതേപോലെയുള്ളവരെല്ലാം അല്ലാതെ ആരെങ്കിലും തേടിയിട്ടുണ്ടോ ഈ ആനന്ദത്തെ?
ധീരനാകണം, അതിനെ ഇന്ദ്രിയങ്ങളെ അടക്കണം, അല്ലേ? അതുകൊണ്ടാണ് ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞത്, ചിലരിച്ചെറിയ ആനന്ദക്കുഴിയിൽ തന്നെ മുങ്ങിയും പൊങ്ങിയും താണുമാ സത്താം ബ്രഹ്മാനന്ദം മറപ്പുതേ. ചില ആളുകളെ ഭൗതികത്തിലെ കൊച്ചു 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 സന്തോഷങ്ങൾ കിട്ടുമ്പോൾ അത് കുടിച്ചും തിന്നും അതിൽ ആറാടിയിട്ട് ആ മഹത്തായ അതിൻ്റെയൊക്കെ എത്രയോ ആനന്ദങ്ങളുണ്ട്, പലതരത്തിലുള്ള ആനന്ദങ്ങൾ പറയുന്നുണ്ട് ഉപനിഷത്തിൽ. അതിലെത്രയോ മഹത്താണ് ബ്രഹ്മാനന്ദം, അത് മറന്നു പോകുന്നു. ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞാണ്. അപ്പോൾ ഗുരുവിനെ പോലെയുള്ള മഹാഋഷിമാരെ പരമമായ ആനന്ദത്തിലപ്പുറം ഒരു ധ്യാനവും നമുക്ക്, ഒരു ആനന്ദവും നമുക്ക് പറഞ്ഞു തരണില്ല. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത്, എൻ്റെ പരമഭക്തന് ഞാൻ ഈ ലോകത്തിലെ ഒരു വസ്തുവും കൊടുക്കില്ല. എൻ്റെ ഉത്തമ ഭക്തന് അതവനെ ജന്മാന്തരങ്ങളിലേക്ക് നയിക്കുന്നതും രാഗദ്വേഷാദികളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതുമാണ്, മതത്തിലേക്കും മത്സരത്തിലേക്കും ഒക്കെ. അതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറച്ച് വെച്ചിട്ട് ഞാൻ ദുഃഖമാണെന്ന് കരുതി നടക്കുന്നവരാ നമ്മൾ. അതാ ഗുരു പറഞ്ഞ, കയ്യിലിരിക്കുന്ന കൽപ്പകവൃക്ഷക്കനിയെ കാണാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവികതയുള്ള ദൈവ ചൈതന്യമുള്ളവരാണ്. അതിനെ പ്രോജ്വലിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ദൈവദശകം പോലെയുള്ള കൃതികളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതായത് നൂറുകണക്കിന് ശ്രുതിവാക്യങ്ങൾ, ഉപനിഷത്തുക്കളിലൂടെ പറയുന്ന ശ്രുതിവാക്യങ്ങളിൽ പ്രോക്തമായ ആ ഔപനിഷദ തത്വത്തെയാണ് ഗുരു നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന 3 വാക്കുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. 320 എന്താ പറയുക അക്ഷരങ്ങളുണ്ട് ദൈവദശകത്തിൽ. ഓരോ അക്ഷരവും ഓരോ മന്ത്രമാണ്. അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്നക്ഷരം എന്നാണ്, ക്ഷയിക്കാത്തതെന്നാണ്, നാശമില്ലാത്തതാണ്, മന്ത്രമാണ്. ഓരോ അക്ഷരവും മന്ത്രമാണ്. അതിലെ ഇത്ര പരിപാവനമായ ഒരു കൃതിയാണ്, പുണ്യമായ ഒരു കൃതിയാണ് ദൈവദശകം. നമ്മളിലേക്കാണ് ഇത് കൊണ്ടുപോകണേ. നമ്മളെ അറിയാൻ, നമ്മളിലെ ദൈവികതയെ അറിയാൻ, നമ്മളിലെ ആനന്ദപരതയെ അറിയാൻ. ദുഃഖിച്ച് ഈ ലോക ജീവിതത്തിൽ തളർന്നു വീഴുന്ന മനുഷ്യനോട് പറയുകയാണ്, നീ ദുഃഖമല്ല, നീ ആനന്ദമാണ് നമുക്കൊരു പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, നൂറുകണക്കിന് ഉപനിഷത്തിലെ വാക്യങ്ങളെ, ബ്രഹ്മലക്ഷണമായി പറയുന്ന വാക്യങ്ങളെ എല്ലാം ചേർത്തിട്ട് കാച്ചി കുറുക്കി ഒരു സൂത്രം പോലെ തന്നേക്കാണ്, നീ സത്യം ജ്ഞാനം ആനന്ദം സച്ചിദാനന്ദം ബ്രഹ്മ. ദൈവത്തിനെ ബ്രഹ്മം എന്ന് പറയും അല്ലേ? ഇവിടെ ഗുരു ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മം, ആത്മ എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ് അല്ലേ? അള്ളാഹുവും ജീസസും ശിവനും വിഷ്ണുവും ഒക്കെ ഈ ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇവിടെ പറയാണ് സച്ചിദാനന്ദം ബ്രഹ്മ. ഉപനിഷത്ത് പറയുന്ന ബ്രഹ്മലക്ഷണമാണ് സച്ചിദാനന്ദം ബ്രഹ്മ. പിന്നെ പറയാണ് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ. അവിടെയൊക്കെ ആനന്ദമുണ്ട്. വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ഇതൊക്കെ ഉപനിഷത്ത് പറയുന്ന ബ്രഹ്മലക്ഷണങ്ങളാണ്. ഗുരു നമ്മോട് പറഞ്ഞു തന്നു, നീ സത്യം ജ്ഞാനമാനന്ദം അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. നീ തന്നെ നിലട്ടോ, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. ഇനി പറയാണ് ദൈവം സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ദൈവത്തിൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണെന്ന് പഠിച്ചാൽ മതി. സത്തും ചിത്തും ആനന്ദവും നമ്മൾ വിശദീകരിച്ചു. ഇനി പറയാണ് നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും അല്ലേ? ദൈവം കാലസ്വരൂപനാണ്. ത്രികാലങ്ങളും ഭൂതവും ഭാവിയും വർത്തമാനവും ദൈവം തന്നെയാണ്. നമ്മളാണ് അതിനെ ഭൂതമെന്നും ഭാവിയെന്നും വർത്തമാനമൊക്കെ തിരിച്ചത്. ദൈവം തന്നെയാണ് ഭൂതമായതും വർത്തമാനമായതും ഭാവി കാലമായതും ഒക്കെ അല്ലേ? പകലും രാവും എന്ന് ദിവസത്തെ തിരിച്ചിരിക്കുന്നു നമ്മൾ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സൂര്യോദയത്തെയും സൂര്യാസ്തമയത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് പകലും രാവും എന്ന് പറഞ്ഞ് നമ്മൾ ദിവസത്തെ തിരിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ അതായത് ഗുരു തന്നെ അത് ഗുരുവിൻ്റെ സദാശിവ ദർശനത്തിൽ പറയുന്നുണ്ട്. ദിനം ദിനം ദിനേശനെന്തുവെന്നു രണ്ടു കന്തുകം അല്ലേ?
കിട്ടുന്നില്ലല്ലോ. ദിനം ദിനം ദിനേശനിന്ദുവെന്നു രണ്ടു കന്തുകം മനങ്കവിഞ്ഞു മനങ്കവിഞ്ഞു. കിട്ടുന്നില്ല അത്. അതായത് സൂര്യനും ചന്ദ്രനും രണ്ട്, ഇന്ദുവും ചന്ദ്രനും എന്ന രണ്ട് കന്തുകങ്ങൾ, രണ്ട് പന്തുകൾ മനങ്കവിഞ്ഞു മാറിയാടും. അവരിങ്ങനെ മാറിയാറി അമ്മാനാട്ടം കളിക്കുകയാണ്. അതായത് ഒരാൾ ഉദിക്കും ഒരാൾ അസ്തമിക്കും അല്ലേ. അങ്ങനെ സൂര്യചന്ദ്രന്മാർ ഉദിച്ചും അസ്തമിച്ചും കൊണ്ട് മനം കവിഞ്ഞു മാറിയാടും അങ്ങു മണ്ണൊടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും. അവർ ഉദിച്ചും അസ്തമിച്ചും കൊണ്ട് നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ അംശവും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എന്ത് ചെയ്യും? നമ്മൾ ഈ സങ്കല്പിച്ചു കൂട്ടിയ ജന്മത്തിലെ സങ്കല്പങ്ങളെല്ലാം മണ്ണൊടെണ്ണുമീ, മണ്ണിൻ്റെ അടിയിലായി പോകും. ജനം നിനയ്ക്കുമൊക്കെയും അങ്ങു മണ്ണൊടെണ്ണുമീ ജയിക്കുമാതി ദൈവമേ, നീ മാത്രം ജയിക്കും അല്ലേ. സങ്കല്പമൊക്കെ മണ്ണിൻ്റെ അടി പോകും. അപ്പോൾ മണ്ണിൻ്റെ അടി പോകാനുള്ള മാംസകഷ്ണങ്ങളാണ് ഈ ശരീരമൊക്കെ അല്ലേ. സൂക്ഷ്മ ശരീരം പോവില്ല കേട്ടോ. സൂക്ഷ്മ ശരീരത്തെ പഠിപ്പിച്ചു വിടണേ. അല്ലെങ്കിൽ പിന്നെയും ഇതുപോലെ എന്താ പറയുക, 5 പേരെ കൊല്ലണവരായും പിന്നെ അതുപോലെ എന്താ പറയുക കിണറ്റിലെറിഞ്ഞ് കൊല്ലണവരായും ഒക്കെ തിരിച്ചു വരേണ്ടി വരും. ഇരുട്ട് മൂടിക്കൊണ്ട് പോകരുത്, അതിനെ തെളിയിച്ചുകൊണ്ട് പോകണം. ഈശ്വരൻ്റെ വെളിച്ചത്തെ അറിഞ്ഞുകൊണ്ട് ഈ ജന്മം പോകണം. എന്തെല്ലാം നിങ്ങൾ ഓടി തിരക്കേണ്ട ജീവിതത്തിൽ ഓടിയാലും ഒരല്പസമയം ഈ തണലിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആരാണ് ദൈവമേ, ഈ പ്രപഞ്ചം എന്താണ്, എന്തിനാ ഞാനിവിടെ ജനിച്ചത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇങ്ങനെ ദുഃഖിച്ച് അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് അവസാനം ചാരമായി കൈത്തരാനാണോ? അല്ല. അതിനപ്പുറം മനുഷ്യ ജീവിതത്തിലെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അറിയേണ്ടതെല്ലാം അറിയാനുണ്ട്. അറിഞ്ഞു മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഭൂതവും ഭാവിയും ഒക്കെ ഒരുപോലെയാണ്. ഭൂതവും ഭാവിയും വേറല്ല. ഭൂതവും ഭാവിയൊക്കെ ദൈവം തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ വർത്തമാനകാലം മാത്രമാണ് അല്പമെങ്കിലും സത്യമുള്ളതെന്ന് പറയാം. ഭൂതം കഴിഞ്ഞതാണ് അല്ലേ. ഭാവി ഇനി ഇന്ന് ജീവിക്കുന്ന നാം നാളെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? ഒന്നും വേണ്ട, തൊട്ടടുത്ത നിമിഷം നാം ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? പിന്നെ എന്തിനാ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണേ? ചില ആളുകൾക്ക് പാസ്റ്റും നല്ലതാ, പ്രസൻറ്റും നല്ലതാ, എന്നാലും ആലോചിക്കുന്നു ഭാവിയിൽ എനിക്ക് വല്ലതും വരുമോ എന്ന് വെച്ച് ദുഃഖിക്കുന്നവരായിരിക്കും അല്ലേ. ഇപ്പോൾ ഏത് സ്ഥിതിയിൽ ഇരിക്കുന്നോ ആ സ്ഥിതി നാളെയും നിനക്ക് ഉണ്ടാവും. ചില അമ്മമാർക്ക് പ്രായമായി വരുന്നവരും ചിലർക്ക് തോന്നും ഞാൻ വയസ്സാവുമ്പോഴേ ഇപ്പോഴേ വല്ല വൃദ്ധസദനമൊക്കെ തേടി വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നോക്കാൻ ആളുകളെയൊക്കെ കണ്ടെത്തുക. നീ ആണോ അത് തീരുമാനിക്കേണ്ട ആള്? നീ എൻ്റെ ഇത്രയും വരെയുള്ള ജീവിതത്തിൽ നീ തീരുമാനിച്ചതാണോ നടപ്പായത്? നിന്നിലൂടെ അത് നടപ്പാക്കിയത് ഈശ്വരനാണ്. ഇനിയുള്ളതും ഈശ്വരന് സമർപ്പിക്കൂ. നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലുള്ള റൈറ്റ് ഇല്ല. നമ്മൾ പ്രകൃതിയുടെ കൃതിക്കനുസരിച്ച് നടന്ന് നീങ്ങുന്നവരാണ്, സഞ്ചരിച്ച് നീങ്ങുന്നവരാണ്. അതേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ആരും ഒന്നും ഇവിടെ കരുതിയും കൂട്ടിയൊന്നും വെക്കണ്ട. ടൈം ആൻഡ് സ്പേസ് ആണ് ഈ പ്രപഞ്ചം, ദേശം കാലം അല്ലേ. അതിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ദേശത്തിനും കാലത്തിനും അപ്പുറം ഒന്നുമില്ല. ഇവിടെ തന്നെ ഒരു സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ നമ്മൾ കഴിയണം. പിന്നെ ഒരു ദേശമുണ്ട്, ഒരു കാര്യം നടക്കുമ്പോൾ അതിനൊരു സ്ഥലം ഉണ്ടാവും, ഒരു സമയം ഉണ്ടാവും. എല്ലാ വ്യവഹാരങ്ങളും ടൈം ആൻഡ് സ്പേസിൻ്റെ ബേസിൽ അവിടെ നടക്കുന്നത് അല്ലേ, ഭൗതിക വ്യവഹാരങ്ങൾ. പക്ഷെ അതൊന്നും മനുഷ്യൻ നിർമ്മിതമാണ്, അതൊന്നും സത്യമല്ല എന്ന് ഗുരു തന്നെ പറയുകയാണ്. അതായത് ഐൻസ്റ്റീനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ കാലദേശങ്ങളുടെ സാപേക്ഷ സ്ഥിതിയെ പറയുന്നു. അതായത് കാലവും ദേശവും ഒക്കെ ഒന്നിനെ ആശ്രയിച്ചു മാത്രം നിലകൊള്ളുന്നതാണ് എന്ന് ഐൻസ്റ്റീനെ, അവരുടെയൊക്കെ വാക്കുകൾ വളരെ ഗ്രേറ്റാണ്, പറയുകയാണ്. ഒന്നിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നതാണ് ദേശവും കാലവും ഒക്കെ. ഒരു ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. ഒരു ജെറ്റ് വിമാനത്തിൽ നമ്മൾ അമേരിക്കക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പൈലറ്റിനോട് ചോദിക്കുകയാണ് അമേരിക്ക എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയും ഒരു 8 മണിക്കൂർ അടുത്താണ്, ഒരു 8 മണിക്കൂറൊക്കെ യാത്ര ചെയ്താൽ എത്താൻ പറ്റും എന്ന് പറയും. ഇനി അത് തന്നെ പറയുകയാണ്, ആ ഒരു കപ്പലിലാണ് അമേരിക്കക്ക് പോകാൻ പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് അമേരിക്ക എവിടെയാണ് ചോദിച്ചാൽ പറയും വളരെ ദൂരെയാണ്, 6 മാസം പിടിക്കും എത്താൻ അല്ലേ. ഒരു വൈമാനിക വിമാനത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എല്ലാ ദേശങ്ങളും അടുത്തടുത്തായിട്ട് കടന്നു പോകും. അപ്പോൾ ദേശവും കാലവും ഒക്കെ ഉപാധിയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഒരു ഉപാധിയെ ആശ്രയിച്ചാണ് ടൈം ആൻഡ് സ്പേസ് ഒക്കെ നിൽക്കുന്നത് എന്ന്. പക്ഷേ ആത്മാനന്ദത്തിൽ ഇരിക്കുന്നവർക്ക് നമ്മൾ പറയാറില്ല സന്തോഷം, ചില നല്ല
സന്തോഷമുള്ള നിമിഷത്തിലിരിക്കുമ്പോൾ നമ്മൾ പറയും ഈ ഇത്ര നേരം കടന്നു പോയത് അറിഞ്ഞില്ല അല്ലേ? ചില മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ മരണ വീട്ടിലൊക്കെ പോയാൽ നമ്മൾ 1 മണിക്കൂറൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നായിരിക്കും അല്ലേ? കാരണം എന്താ, സമയം പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്നിൻ്റെ സാപേക്ഷമാണത്, ഈ സമയം. അത് തന്നെ ഗുരു തന്നെ പറയുന്നുണ്ട്, പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് ഒരല്പമാത്രം. അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. പരയുടെ പാല്, ആ പരമാത്മജ്ഞാനത്തിൻ്റെ പരമാനന്ദം അനുഭവിച്ചിരിക്കുന്ന ഗുരു അങ്ങനെ ഇരിക്കുന്നത്. മരുത്വാമലയിലൊക്കെ എങ്ങനെ 5 വർഷം ഇരുന്നു? നല്ല യൗവന പ്രായം ഗുരുവിൻ്റെ, 32 വയസ്സിലല്ലേ ആ മരുത്വാമലയിൽ കഠിന തപസ്സിൽ ഇരുന്നത് എങ്ങനെയാ? അപ്പം നോക്കൂ, അതാണ് അപ്പോൾ പക്ഷെ ഭഗവാന്റെ ആ ഗുരുവിൻ്റെ അവതാര ഉദ്ദേശം നടപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശ്വദർശനത്തിലേക്ക് ഗുരു വന്നത്, ആത്മദർശനത്തിൽ നിന്ന്. അവിടെ ഇരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടല്ലേ മരുത്വാമലയിൽ. വെള്ളമുണ്ട്, പിന്നെ പച്ചിലകൾ ആഹാരമാക്കാം, ശാന്തവും സ്വസ്ഥവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇറങ്ങി വന്നു അല്ല, ഇത് പകർന്നു കൊടുക്കാനാ. അറിഞ്ഞ ആനന്ദത്തെ തന്നാൽ കരയേറ്റേണ്ടുന്നവരെത്ര പേരി താഴത്തു പാഴ്ചേറ്റിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്ക തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം അല്ലേ? താൻ അനുഭവിച്ചത് ആത്മീയ ആനന്ദത്തെ മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു കൊടുക്കുമ്പോഴാണ് താൻ മുക്തനാവുക എന്ന് ഗുരു കണ്ടത്. തൻ്റെ മുക്തിയല്ല ഗുരു മുക്തിയായി കണ്ടത്, ഒരു സമൂഹത്തിനെ തന്നെ മുക്തിയാണ് ഗുരു മുക്തിയായി കണ്ടത്. അതുകൊണ്ടാണ് ഗുരു സർവ്വലോകാനുരൂപനായതും സർവസ്വീകാര്യനായതും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ദേശവും കാലവും ഒക്കെ സാപേക്ഷമാണ്. പരമാനന്ദത്തിലിരുന്നവർക്ക്, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് കഴിഞ്ഞാലും ഒരല്പനേരം പോലെ തോന്നുള്ളൂ. പക്ഷേ നമ്മളെ പോലെയുള്ള സാധാരണ അജിത് സാറ് പറഞ്ഞില്ലേ അവിടെ, വല്ലാത്ത കഷ്ടത്തിലേക്കാണല്ലോ പോകുന്നേന്ന് അല്ലേ? അതായത് അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ, ഈ പ്രാപഞ്ചിക ബോധത്തിൽ ജീവിക്കുന്ന, പ്രപഞ്ചത്തിലെ കണ്ട് അത് സത്യമാണെന്ന് കരുതി ജീവിക്കുന്ന നമുക്ക്, അപരപ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും അല്ലേ? അരനിമിഷം ജീവിക്കുമ്പോൾ പോലും ഒരു 1000 വർഷം ജീവിച്ച പോലെ നമുക്ക് വിഷമം അനുഭവപ്പെടുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഈ തന്നിൽ തന്നെയുള്ള സ്വരൂപത്തെ തെളിയിച്ചിട്ട് ആ സ്വരൂപ സാക്ഷാത്കാരത്തിലേക്കാണ് ഗുരു നമ്മളെ ക്ഷണിക്കുന്നത്. സ്വരൂപത്തിൻ്റെ ആനന്ദത്തിലേക്കാണ് ഗുരു നമ്മളെ ക്ഷണിക്കുന്നത്. അതിലേക്ക് എത്താനുള്ള വഴി മാത്രമാണ് ദൈവദശകം അല്ലേ? ആത്മസാക്ഷാത്കാരത്തേക്ക് ക്ഷണിച്ചാലൊന്നും കിട്ടുന്നതല്ല. നമ്മൾ സ്വയം അറിഞ്ഞ് അനുഭവിച്ച് അതായി മാറി അതിനൊരു സ്റ്റെപ്പെങ്കിലും എടുത്തിട്ട് പോകും. അതറിയണം എനിക്ക് എന്നുള്ള ഒരു ഗാഢമായ ആഴത്തിലുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. ആ ആഗ്രഹം മതി വിത്തായിട്ട് അവിടെ ഇട്ടിട്ട് പോക്കോ. ആ വിത്ത് മുളയ്ക്കാനാകട്ടെ ഇനി അടുത്ത ഒരു ശരീരം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ പോക്ക് അങ്ങനെ ആകട്ടെ. അപ്പോൾ അതായത് ഈ പരമസത്യത്തെ കാട്ടിത്തന്ന്, പരമമായ സത്യത്തെ കാട്ടിത്തന്നിട്ട് മനുഷ്യരാശിയെ കാലചക്ര പ്രവാഹത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നത്. ഭൂതവും നീ തന്നെ, ഭൂതവും ഭാവിയും വേറല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഭൂതവും ഭാവിയും ഒക്കെ ആയിരിക്കുന്നത് ദൈവം തന്നെയാണ്. അത് മനുഷ്യനാണ് അവൻ്റെ കൃത്രിമത്വത്തിൽ ഈ ഭൂതം ഭാവിയിലൊക്കെ ജീവിക്കുന്നത് മനുഷ്യനാണ്. ഒരു ദിവസത്തെ മിനിറ്റാക്കിയും മണിക്കൂറാക്കിയും അതുപോലെ തന്നെ ഒക്കെ മാസമാക്കിയും വർഷമാക്കിയൊക്കെ ഈ കൃത്രിമമായ കാലസങ്കല്പത്തിലിരിക്കുന്നത് മനുഷ്യർ മാത്രമാണ്. പക്ഷേ നമ്മൾ വർത്തമാനകാലം പോലും ഇല്ല എന്നാണ് പറയണേ. ഇപ്പോൾ ഇരിക്കുന്ന ഈ പ്രസൻറ്റ് ടൈമില്ലേ, ആ പ്രസൻറ്റ് ടൈമിൽ ഓരോ നിമിഷവും നമ്മുടെ ശരീരം ചലിച്ച് പരിണമിക്കുക. എങ്ങോട്ടാണ് പരിണമിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ നാശം എന്നാണ് ശരീരത്തിൻ്റെ പേര്. ആ നാശത്തിലേക്ക് ഓരോ നിമിഷം ഇത് ചലിച്ച് പരിണമിക്കണേ. ഇതിനെയാണ് നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്. ഉദ്ധരിക്കേണ്ടത് ഉദ്ധരേത് ആത്മനാത്മാനം, ആത്മാവിനെ അവനവൻ തന്നെ ഉദ്ധരിക്കണം. ശരീരത്തെ അല്ല ഉദ്ധരിക്കേണ്ടത്, ആത്മാവിനെയാണ്. നാത്മാനം അവസാദയേത്, ആത്മാവിനെ ഒരിക്കലും താഴ്ത്തിക്കളയരുത്, ആത്മഹന്താക്കളായി മാറരുത്. നമുക്ക് മനുഷ്യജന്മം തന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇനി വേണ്ട താഴത്തേക്ക് പൊക്കോന്ന് പറഞ്ഞാലോ,
സൂക്ഷ്മ ശരീരം അങ്ങോട്ട് പോയാലോ, അല്ലേ? അതുകൊണ്ടാണ് ഭഗവത്ഗീതയൊക്കെ പറയുന്നത്, ഉദ്ധരേത് ആത്മന ആത്മാനം, ആത്മാവ് കൊണ്ട് ആത്മാവിനെ തന്നെ ഉയർത്തൂ, എന്നാ ആത്മാനം അവസാദയേത്, കിട്ടിയതിനെ താഴ്ത്ത് കളയല്ലേ, അല്ലേ? എത്ര കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം, എത്ര വന്നു പിറന്നു സുഹൃതത്താൽ, എത്രയും പ്രയാസപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. ഇതൊക്കെ അറിഞ്ഞിട്ട് പോണം. നമ്മുടെ വില എന്താണെന്ന് നമ്മൾ അറിയണം. മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത. മൃഗജന്മങ്ങളെയൊക്കെ ധാരാളം നമ്മൾ കാണുന്നുണ്ടല്ലേ. മനുഷ്യന്റെ ശരീരവും മൃഗത്തിന്റെ ഇതുമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എത്ര പതനത്തിലേക്കാണ് പോകാൻ പോകുന്നത് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവിടെ വർത്തമാനകാലം പോലും സത്യമല്ല. കാരണം ഗുരു പറയാണ്, ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണം ഇതിൽ ഇരിപ്പത് എപ്രകാരം. ചോദിക്കുക, ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ആ ജനിച്ച സമയം തൊട്ടടുത്ത നിമിഷത്തിലേക്ക് വരുമ്പോൾ ആ ഇരുന്ന കുട്ടി മാറി പരിണമിക്കുക. ഓരോ നിമിഷവും ചലിച്ചു പരിണമിക്കുന്നത് കൊണ്ട് വർത്തമാനവും ഇല്ല. ഒരു വെള്ളത്തിൽ നമ്മൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ, നദിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കുളിച്ച വെള്ളത്തിലല്ല പിന്നെ രണ്ടാമത് മുങ്ങണത്, അത് ഒഴുകി മാറുക. അതുപോലെ നമ്മുടെ ജനിസമയം പോലും സ്ഥിതിയില്ലെന്നാ പറയാ. ജന്മി അന്യക്ഷണം ഇതിൽ ഇരിപ്പത് എപ്രകാരം എന്ന് ഗുരു ചോദിക്കുന്നത് അതുകൊണ്ടാ. ചലിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് എന്ത് ദേശത്തെയും കാലത്തെയും ടൈമിനെയും മുഹൂർത്തത്തെയൊക്കെ നമ്മൾ എത്ര കാത്ത് ആണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഒരു കുഞ്ഞിൻ്റെ ജന്മദിനം നമ്മൾ ഒന്നാമത്തെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഫസ്റ്റ് ബർത്ത്ഡേ പറയുമ്പോൾ ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ജനിച്ച സമയം ആര് കണ്ടു? ജനനസമയം കുറിക്കുമ്പോൾ ആരാ ഇത് കണ്ടേക്കണത്? ഒരു ജ്യോത്സ്യം കണ്ടിട്ടുണ്ടോ? ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷമല്ല കഥയല്ലേ പറയാൻ പറ്റുള്ളൂ. ഗർഭപാത്രത്തിൽ ജനിച്ച ദിവ്യമായ മുഹൂർത്തം ജഗദീശ്വരനല്ലേ കണ്ടുവച്ചേക്കുന്നത്. ആ മുഹൂർത്തം ഈ 9 ദിവസവും 9 മാസവും 9 ദിവസവും 9 വിനാഴികയും എന്താ ബർത്ത്ഡേയിൽ കൂട്ടാത്ത? 1 വയസ്സ് ആഘോഷിക്കുന്ന കുഞ്ഞിന് 1 വയസ്സും 9 മാസവും 9 ദിവസവും 9 വിനാഴിക ആയിട്ടുണ്ട്. ഏകദേശം 2 വയസ്സോളം ആവും അപ്പോൾ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഭൂമിയിലേക്ക് വന്ന ഈ ഭൂമിയുടെ ഭാഗമായതിന് ശേഷമാണ് നമ്മുടെ ഗണനകളൊക്കെ തുടങ്ങുന്നത്. ഭഗവാന്റെ ഗണന നമ്മൾ കൂട്ടിയിട്ടില്ല. ഇതൊക്കെ വെറുതെ ചിന്തിച്ചു നോക്കൂ. ഗുരു അതാണ് എല്ലാം ഓർക്കണം. ഇതെല്ലാം അതനുസരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർക്കണം, ആരായണം എന്നൊക്കെ ഗുരു പറയുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഇത് തീർക്കണം. ഒരു 5 മിനിറ്റ് കൂടി കേട്ടോ, ധൃതി വെക്കല്ലേ. അതിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടി അവസാനം പറയുകയാണ്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും, വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ. അല്ലെ? ഭൂതവും വർത്തമാനവും ഭൂതവും ഭാവിയും ഒന്നും നിന്നിൽ നിന്ന് വേറല്ല, ഭിന്നമല്ല, നീ തന്നെയാണ്. കാലത്രയങ്ങളും നീ തന്നെയാണ് ഭഗവാനെ, ദൈവമേ. ഓതും മൊഴിയും ഓർക്കിൽ നീ. ഓതുന്ന വാക്കും ഓർത്ത് നോക്കിയാൽ, അന്വേഷിച്ചാൽ നീ തന്നെയാണ്. വാഗ്വൈ ബ്രഹ്മ, അല്ലെ? അക്ഷരം ജ്യോതിരിക്ഷ്യതേ. അക്ഷരത്തിനെ ദൈവമെന്ന് പറയും, പ്രകാശം എന്ന് പറയും, അല്ലെ? അപ്പം അതായത് ഓതുക എന്ന് പറഞ്ഞാൽ പറയുക എന്നർത്ഥം. വേദമൊക്കെയാണ് നമ്മൾ ഓതുക എന്ന് പറയും. ഗുരു ഇവിടെ വളരെ നല്ലൊരു പദം ഉപയോഗിക്കുന്നു. ഓതുന്ന മൊഴിയും നീ തന്നെയാണ്, ജപിക്കുന്ന മന്ത്രത്തിൻ്റെ പൊരുളുകളും നീയാണ്. എത്രയോ മഹാവാക്യങ്ങളിലൂടെ ഈശ്വര സത്യത്തെ പറഞ്ഞു തന്നിരിക്കുന്നു, അല്ലേ? അത് ഓതിയിരിക്കുന്ന ആ ഓതിയവനും ഓതുന്ന വാക്കും ദൈവം തന്നെയാണ്. അതായത് ആശയവിനിമയത്തിന് നാം ഉപയോഗിക്കുന്നതാണ് മൊഴി അഥവാ വാക്ക്. അതിൻ്റെ സ്വരൂപം എന്താണെന്ന് വെച്ചാൽ ശബ്ദമാണ് അതിൻ്റെ സ്വരൂപം. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ഉച്ചരിക്കുന്ന എൻ്റെ ശബ്ദത്തിൻ്റെ അവസാന ഭാഗമായ വൈഖരിയാണ് നിങ്ങൾ കേൾക്കുന്നത്. അതിനു മുമ്പ് 3 തലങ്ങൾ ആ ശബ്ദത്തിനുണ്ട്. പര, പശ്യന്തി, മധ്യമ. ശബ്ദം തുടങ്ങുന്നത് ആത്മസ്വരൂപത്തിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടാണ്. പരയിൽ നിന്നാണ്, ആത്മസ്വരൂപത്തിൽ നിന്ന് സ്പന്ദിച്ച് പൊങ്ങുന്ന ശബ്ദം പശ്യന്തിയിലെത്തുന്നുണ്ട്. പശ്യന്തി എന്ന് പറഞ്ഞാൽ 2ാമത്തെ തലമാണ് വാക്കിൻ്റെ. ആത്മദർശന സമർത്ഥമാണത്. ഈ പശ്യന്തിയിൽ നിന്നാണ്
എന്താ പറയുക, നാദങ്ങൾ ഈ പരമസത്യത്തിലേക്ക് അണയുന്ന കൃതരായ ഋഷീശ്വരന്മാർക്ക് ഈ പശ്യന്തിയിൽ നിന്നാണ് നാദങ്ങൾ കേൾക്കുന്നത്. പലതരത്തിലുള്ള നാദങ്ങളും ധ്വനിയൊക്കെ കേൾക്കുന്നതും പ്രകാശം പരക്കുന്നതായിട്ട് തോന്നുന്നതും ആത്മാവിനെ കണ്ട് 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 തുടങ്ങുമ്പോഴാണ്. നമ്മൾ കാണാറില്ല, ഒരു കുഴി ഇങ്ങനെ കുഴിച്ച് പോകുമ്പോൾ ഒരു വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആ വിളക്കിനോട് അടുത്തെത്തുമ്പോൾ നമുക്ക് പതുക്കെ പ്രകാശം കണ്ടു തുടങ്ങും അല്ലേ? ഒരു ഗുഹയ്ക്കകത്താണ് വിളക്കെങ്കിൽ ഗുഹയുടെ കല്ലുകൾ ഇത് മാറ്റി 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 ചെല്ലുമ്പോൾ ആ വിളക്ക് ഇരിക്കുന്നതിൻ്റെ അടുത്തെത്താറാകുമ്പോൾ നല്ല ഒരു വെളിച്ചം അടിച്ചു തുടങ്ങും അല്ലേ? അതുപോലൊരവസ്ഥയാണ് പശ്യന്തി. അപ്പോഴാണ് മുനിമാരിൽ നിന്നും ഇങ്ങനെ അവരെ നമ്മളൊന്നും കേൾക്കാത്ത തരത്തിലുള്ള ശബ്ദങ്ങളും പല സിദ്ധിവിശേഷങ്ങളൊക്കെ അവർക്ക് വരുന്നതും ആകാശഗമനം തുടങ്ങി ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. ഈ ഒരു ഈശ്വരനെ അറിഞ്ഞു തുടങ്ങുമ്പോൾ വരുന്ന അനുഭൂതികളാണ്, ആനന്ദമാണ് അതൊക്കെ. അപ്പോൾ ആത്മദർശന സമർത്ഥമാണ് പശ്യന്തി. അടുത്ത് പറയുന്നത് മധ്യമ. അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് പൊങ്ങുന്നതാണ്. മനസ്സിൻ്റെയും പ്രാണൻ്റെയൊക്കെ തലാണ് മധ്യമ. അവിടെ വരുമ്പോഴാണ് ഈ വാക്ക് വികൃതമാകുന്നത്. ആത്മസ്വരൂപത്തിൽ നിന്ന് ചലിച്ചു പൊന്തിയ ആ ശബ്ദം സൂക്ഷ്മ ശരീരത്തിൽ എത്തുമ്പോൾ അത് മനസ്സിൻ്റെ വാസനകൾ ചേരുമ്പോൾ അത് എന്തായി മാറുന്നു? മധ്യമയായിട്ട് മാറും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് വൈഖരിയായിട്ട് വരിക, പുറത്തേക്ക് വരിക. പുറത്ത് സ്ഥൂലമായ ശബ്ദങ്ങളെ കൊണ്ട് നമ്മൾ കേൾക്കുന്നത് വൈഖരി എന്ന് പറയുക. അത് ഇത്രയും ഘട്ടങ്ങൾ കടന്നു പോയിട്ടാണ് വൈഖരിയിൽ എത്തുന്നത്. അതായത് നമ്മൾ പറഞ്ഞു അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതാണ് എന്ന് പറഞ്ഞു. അക്ഷരം ബ്രഹ്മമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നാശമില്ലാത്തത് ദൈവമാണല്ലോ, അപ്പോൾ ദൈവം ബ്രഹ്മമാണല്ലോ അല്ലേ? അതാണ് ശബ്ദബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മിലുണ്ടാകുന്ന ചിന്തകൾ പോലും ഒരു ശബ്ദത്തിൻ്റെ ചലനത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്. എന്ത് ചിന്തിച്ചാൽ പോലും അവിടെ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. അതാണ്. അപ്പോൾ ഈ ശബ്ദം ഒത്തിരി പഠിക്കാനുണ്ട്. ഗുരുദേവകൃതികൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ നാദത്തെ ഒത്തിരി പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഇപ്പോൾ സമയം പോയത് കൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി ഈ നാദം വരുന്നൊരു ഭാഗം വരുമ്പോൾ അത് കൂടുതലായിട്ട് പറയാം. അതായത് നമ്മളുടെ ഈ നാദം ഓതുന്ന മൊഴിയും നീയാണ് എന്ന് പറയുമ്പോൾ നിന്നിലൂടെ പുറത്തേക്ക് വരുന്ന ആ ശബ്ദവും ഓർക്കിൽ ആലോചിച്ച് നോക്കിയാൽ നീ തന്നെയാണ് ദൈവമേ. ഓതുന്ന വാക്കുകളും നീയാണ്, ഓതുന്ന ശബ്ദവും നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയണം. ഓർക്കണം, ഓർത്ത് നോക്കിയാൽ. വെറുതെ ചിന്തിച്ച് ആ ക്ലാസ്സൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് തല ഉരിച്ച് പോയാൽ ഒന്നും മനസ്സിലാവില്ല. ശ്രവണം മാത്രമേ നടക്കുകയുള്ളൂ. ആ കേട്ടതിനെ ഉള്ളിലേക്ക് ധ്യാനിച്ച് മനസ്സിലാക്കുമ്പോഴാണ് സത്യം തെളിയുക. അതാണ് ഗുരു ഓർക്കുകിൽ എന്ന് പറയും. ഓതും മൊഴിയും ഓർക്കിൽ നീ. ഓർത്താൽ നിനക്ക് മനസ്സിലാകും നീ അല്ലാതെ ഒന്നും ഇവിടെയില്ല. നീ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ഭൂതവും ഭാവിയും വർത്തമാനവുമായി ത്രികാലങ്ങളായിരിക്കുന്നതും നീയാണ്. ഇനി ഞാൻ ഓതുന്ന വാക്കും എന്താണ്? വാഗ്വൈ ബ്രഹ്മ, വാക്കും ദൈവം തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇനി ഒരു എന്താ പറയുക, അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ചെറിയ ഒരു ഭാഗം കൂടി ഉണ്ട്. അത് പറഞ്ഞിട്ട് നമുക്കിനി 2 ക്ലാസ് കൊണ്ട് ഇത് തീർക്കാം. അപ്പോൾ ഏതായാലും 7ാമത്തെ ശ്ലോകത്തിലോ എന്തെങ്കിലും മന്ത്രത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. അവർക്കും ഗുരുവിൻ്റെ ദൈവദശകം മനസ്സിൽ തെളിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ അത്രയും ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.